ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി. കുടുംബ ഡോക്ടറുടെ പ്രാധാന്യവും പ്രസക്തിയും. ഈ വിഷയത്തിൽ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ഫാമിലി മെഡിസിൻ വിഭാഗം മേധാവിയും പ്രൊഫസറുമായിരുന്ന ഡോക്ടർ സുനിൽ എബ്രഹാം ഇന്നലെ ആരോഗ്യദീപ്തിയിൽ സംസാരിച്ചതിന്റെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം. അടുത്തത് ഫാമിലി മെഡിസിൻ. അത് ഇറ്റ് ഗീവ്സ് ഫസ്റ്റ് കോണ്ടാക്ട് കെയർ. ആദ്യത്തെ നമ്മുടെ ഹെൽത്ത് ഫീൽഡിലുള്ള ആദ്യത്തെ കോണ്ടാക്ട് വരുന്നത് ഫാമിലി മെഡിസിൻ ഡോക്ടേഴ്സിൽ കൂടി ആയിരിക്കണം. എന്താണ് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ്? നമുക്കെല്ലാവർക്കും പല സിംറ്റംസ്, ലക്ഷണങ്ങൾ അനുഭവിക്കുന്നു. ഒരു തലവേദന, ഒരു നെഞ്ചുവേദന, ഒരു പനി, ഒരു തലകറക്കം. നമ്മൾ ആ സിംറ്റം വെച്ച് ആ ഒരു സൂപ്പർ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ പോയാൽ ആ ഡോക്ടർ ആ രോഗത്തിൽ മാത്രമേ കേന്ദ്രീകരിക്കൂ. ഇത് തെറ്റല്ല, ഇത് അത്യാവശ്യമാണ്. അവരെ അതിനുവേണ്ടി ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആ സ്പെഷ്യാലിറ്റി വെച്ച് നോക്കി, ഓക്കെ നിങ്ങൾക്ക് നെഞ്ചുവേദനയുണ്ട്, ഇതിനുള്ള ഇത്രയും ട്രീറ്റ്മെൻറ്റ്, ഇതിനുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യണം. യു ഹാവ് ടു റൂൾ ഔട്ട് ആൻഡ് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ആ കറക്റ്റായിട്ട് ഡിസിഷൻ എടുത്ത് സയൻറ്റിഫിക്കായിട്ട് നോക്കി ചെയ്യണം. പക്ഷേ ഇതുകൊണ്ടുള്ള പ്രശ്നം, നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റിഗേഷനിലോട്ട് പോകുന്നു, കൂടുതൽ ഇൻ്റർവെൻഷനിലോട്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ള ഒരു പ്രശ്നങ്ങളോ ഒരു സിറ്റുവേഷനിലോട്ട് പോകുന്നു. ഫാമിലി മെഡിസിൻ എന്ന സ്പെഷ്യാലിറ്റിയിൽ ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് സിസ്റ്റം. ഓരോ ലക്ഷണത്തിനെയും സയൻറ്റിഫിക്കായിട്ട് അനലൈസ് ചെയ്ത് അതിന് അത്യാവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ആവശ്യമുണ്ടെങ്കിൽ റെഫറൽ ചെയ്യുക എന്നുള്ളൊരു സിസ്റ്റം ഉണ്ട്. ഇൻ്റർനാഷണലി അതിനെല്ലാം ക്ലിയർ ഗൈഡ് ലൈൻസ് ഉണ്ട്. നെഞ്ചുവേദനയായിട്ട് എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻറ്റിന് എങ്ങനെ നമുക്ക് അത് ചോദിക്കണം, എങ്ങനെ ഒരു ഹിസ്റ്ററി എടുക്കണം, എന്ത് എക്സാമിനേഷൻ ചെയ്യണം, എന്ത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം. ഹാർട്ടിൻ്റെ കൊണ്ട് നെഞ്ചുവേദന വരുന്നുണ്ട്. ഹാർട്ട് അറ്റാക്കായിട്ട് വരുന്നവരൊക്കെ എനിക്ക് 2 ആഴ്ച മുമ്പ് എനിക്കൊരു പേഷ്യൻറ്റ് വന്നിരുന്നു, അക്യൂട്ട് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. പക്ഷേ മെജോറിറ്റി ഓഫ് പേഷ്യൻസ് വരുന്നൊരു ഹാർട്ട് അറ്റാക്ക് അല്ല. അതിനൊരു സയൻറ്റിഫിക് മെത്തേഡുണ്ട്. രണ്ടാമതായിട്ട് ഫാമിലി മെഡിസിൻ ഒരു പ്രൊവാക്റ്റീവ് കെയർ ആണ് കൊടുക്കുന്നത്. എന്താണ് പ്രൊവാക്റ്റീവ് കെയർ? വാട്ട് ഈസ് റിയാക്റ്റീവ് കെയർ? റിയാക്റ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു രോഗി ഒരു പ്രശ്നം കൊണ്ട് വരുന്നു, നമ്മൾ ആ പ്രശ്നം അനലൈസ് ചെയ്യുന്നു, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു, രോഗി പോകുന്നു. അത് ആ ഒരു പ്രശ്നത്തിനുള്ളൊരു റിയാക്ഷനാണ് ഡോക്ടറിൻ്റെ സൈഡിൽ. പ്രൊവാക്റ്റീവ് കെയർ എന്നൊരു രോഗി വരുമ്പോൾ നമ്മൾ ഓക്കെ നിങ്ങൾക്ക് ഇപ്പോൾ 50 വയസ്സായി, നിങ്ങൾ ഈ ടെസ്റ്റുകളെല്ലാം ചെയ്തു, നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയുണ്ട്? യുവർ ഫോക്കസ് ഇസ് ഓൺ ദാറ്റ് പേഴ്സൺസ് ഹെൽത്ത്. അദ്ദേഹത്തിനുള്ള സ്ക്രീനിങ് ചെയ്തിട്ടുണ്ടോ? ക്യാൻസർ സ്ക്രീനിങ് ചെയ്തിട്ടുണ്ടോ? അവരുടെ ഭക്ഷണം എങ്ങനെയുണ്ട്? അവരുടെ ആരോഗ്യം എങ്ങനെയുണ്ട്? അവർ എക്സസൈസ് ചെയ്യുന്നുണ്ടോ? അവർ സ്മോക്ക് ചെയ്യുന്നുണ്ടോ? അവർ ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ടോ? അവരുടെ കുടുംബത്തിലെ റിലേഷൻഷിപ്പ്, ഇതെല്ലാം ഞങ്ങൾ ചോദിക്കും, ഇതെല്ലാം ഞങ്ങൾ നോക്കും. ബിക്കോസ് വി വോണ്ട് ടു സീ ദ പേഴ്സൺ ഹെൽത്തി. ആ വരുന്ന രോഗി അവർ ആരോഗ്യപരമായിട്ടിരിക്കണം. ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ഫോക്കസ്. മൂന്നാമതായിട്ട് ഫാമിലി മെഡിസിൻ ഓഫേഴ്സ് കോർഡിനേറ്റഡ് കെയർ, ഏകോപിത പരിചരണം. എന്താണ് കോർഡിനേറ്റഡ് കെയർ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പേഷ്യൻ്റ് വരുന്നത് പല വ്യാധികൾ, പല രോഗങ്ങൾ കൂടെ ഒരുമിച്ച് മൾട്ടിപ്പിൾ ഡിസീസോടാണ് ഇന്ന് പേഷ്യൻസ് വരുന്നത്. ഒരു ഉദാഹരണത്തിന് ഒരു പേഷ്യൻ്റ് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, ഡിസ്ചാർജ് ചെയ്തു, തിരിച്ചു വീട്ടിൽ വന്നു. ആരാണ് ഈ പേഷ്യൻറ്റിനെ ഒരു ഹോളിസ്റ്റിക്കായിട്ട് പൂർണ്ണമായിട്ട് കാണുന്നത്? കുറേ ടാബ്ലറ്റ്സ് ഉണ്ട്. ഈ ടാബ്ലറ്റ്സ് എന്തിനാണ്? ഇതിലേത് ടാബ്ലറ്റാണ്? ഈ ടാബ്ലറ്റ് കഴിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അതിനുള്ള സൈഡ് എഫക്ട്സ് എന്താണ്? നിങ്ങളുടെ സിഗരറ്റ് വലിക്കുമായിരുന്നു, ആ സിഗരറ്റ് നിർത്താൻ എങ്ങനെ ആര് പറയും? ഇത് കഴിഞ്ഞ് തിരിച്ച് എന്ന് ജോലിക്ക് പോകാൻ പറ്റും? നിങ്ങളുടെ ഭക്ഷണം എങ്ങനെയുണ്ട്? നിങ്ങളുടെ ഇമോഷണലായിട്ട് നിങ്ങൾ മാനസികമായിട്ട് തളർന്നുപോയോ? അതിന് എന്ത് സപ്പോർട്ടുണ്ട്? ഇതെല്ലാം ആരാ ചെയ്യുന്നത്? എപ്പോഴാണ് കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോകേണ്ടത്? അതോ ഇനി കിഡ്നി ഡിസീസ് ഉണ്ടോ? എപ്പോഴാണ് കിഡ്നി ഡോക്ടറുടെ അടുത്ത് പോകുന്നത്? പോയിട്ട് തിരിച്ച് ആരുടെ അടുത്ത് വരണം? കുടുംബ ഡോക്ടറിൻ്റെ അടുത്ത് വരണം. നിങ്ങൾക്ക് ഡയബറ്റിസ് ഉണ്ടോ? ഇതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഇതിനെല്ലാം ക്ലിയർ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇതിൽ പലതും ഒരു ഫാമിലി ഡോക്ടറിന് ഒരു 80% കൂടുതൽ ഒരു ഫാമിലി ഡോക്ടറിന്, ഒരു കുടുംബ ഡോക്ടറിന് മാനേജ് ചെയ്തിട്ട് ആവശ്യമുള്ളപ്പോൾ റെഫർ ചെയ്യാം. ആ ഒരു കോർഡിനേഷൻ അത്യാവശ്യമാണ്.
എന്ന് പറഞ്ഞ പോലെ വളരെ സങ്കീർണമാണ്. ദ ഹെൽത്ത് ഫീൽഡ് ഈസ് ബിക്കം വെരി കോംപ്ലെക്സ്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു സ്പെഷ്യലിസ്റ്റ് ഒന്ന് പറയുന്നു, ഒരാൾ വേറെ ഒന്ന് പറയുന്നു, നമുക്കത് ബുദ്ധിമുട്ടുണ്ടാകും. അവരെല്ലാം നല്ല ഉദ്ദേശത്തോടെ പറയുന്നത്, പക്ഷെ നമുക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല. അടുത്തതായിട്ട് ഫാമിലി മെഡിസിൻ സ്പെഷ്യാലിറ്റി, ഈ രോഗിയും ഡോക്ടറുമായിട്ടുള്ള ആ ഒരു ബന്ധം അതിനെ സഹായിക്കും. അതെങ്ങനെ സഹായിക്കും? ഞാനൊരു സ്ഥലത്തൊരു ടോക്ക് കൊടുക്കാൻ ഇപ്പോൾ ഒരു സ്പെഷ്യലിസ്റ്റ് പറഞ്ഞു, ഐ വാണ്ട് ഫാമിലി മെഡിസിൻ ഡോക്ടേഴ്സ് ബിക്കോസ് നിങ്ങളൊരു റെഫറൻസ് ലെറ്റർ എനിക്ക് എൻ്റെ സ്പെഷ്യാലിറ്റി, അദ്ദേഹം ഒരു റെസ്പിറേറ്ററി ചെസ്റ്റ് ഫിസിഷ്യനാണ്, ഒരു റെഫർ അയക്കുമ്പോൾ ഞാൻ ആ പേഷ്യൻറ്റിനെ അസസ് ചെയ്ത് തിരിച്ച് ഒരു ലെറ്റർ നിങ്ങൾക്ക് കൊടുക്കുകയാണ്, ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇന്ന ടെസ്റ്റ് ചെയ്യണം, ഇന്ന പ്രൊസീജിയർ ചെയ്യണം, പേഷ്യൻ്റ് നിങ്ങളുടെ അടുത്ത് തിരിച്ചു വരുന്നു, നിങ്ങളത് അസസ് ചെയ്ത് പേഷ്യൻ്റ് പറയുന്നത് യെസ് ദിസ് ഇസ് കറക്റ്റ്, ഇത് ചെയ്യണം എന്ന് പറയുമ്പോൾ പേഷ്യൻറ്റിനും ഒരു സമാധാനമുണ്ട്, ആ സ്പെഷ്യലിസ്റ്റിനും ഒരു സമാധാനമുണ്ട്. ബിക്കോസ് ആ ഒരു ട്രസ്റ്റ് കീപ്പ് ചെയ്യാം. ഇത് രണ്ട് സൈഡിലും ആ ഒരു ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. ആരോഗ്യ മേഖലയിൽ വാണിജ്യവൽക്കരണം ഒരു റിയാലിറ്റിയാണ്. പല വെസ്റ്റേൺ കൺട്രീസ്, ഇപ്പോൾ കേരളത്തിലും അതൊരു എൻ്റെ അഭിപ്രായത്തിലൊരു പ്രോബ്ലം ആവാൻ പോവുകയാണ്. അപ്പോൾ കേരളത്തിലും അതൊരു യാഥാർത്ഥ്യമാണ്. പല വെസ്റ്റേൺ കൺട്രീസിലും ഇതിനെ നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും? ഒരു ഹോസ്പിറ്റലിലോട്ട് പോകാൻ ഇപ്പോൾ പലർക്കും ഭയമാണ്. എങ്ങനെ ട്രസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോകും അല്ലേ? പല വെസ്റ്റേൺ കൺട്രീസിലും, ഇംഗ്ലണ്ട്, UK, കാനഡ, ഓസ്ട്രേലിയ, സ്കാൻഡിനേവിയൻ കൺട്രീസ്, ഇവിടെയെല്ലാം ഹെൽത്ത് കെയറിൻ്റെ മിക്കവാറും ഹോസ്പിറ്റലിൽ നിന്ന്, ആശുപത്രികളിൽ നിന്ന് കമ്മ്യൂണിറ്റിയിലോട്ട്, അത് സമൂഹത്തിലോട്ട് ഉള്ള ക്ലിനിക്സിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. കമ്മ്യൂണിറ്റി ബേസ്ഡ് കെയർ, ഈ ഫാമിലി മെഡിസിൻ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ജനറൽ പ്രാക്ടീസ് എന്നാണ് ചില സ്ഥലത്ത് പറയുന്നത്, ആ സ്പെഷ്യാലിറ്റി, ഇറ്റ് ഈസ് എ സ്പെഷ്യാലിറ്റി, അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. ആ കോൺസെപ്റ്റ് കേരളത്തിൽ വരണം. ജനങ്ങളുടെ ആ കെയർ കമ്മ്യൂണിറ്റിയിൽ നടക്കണം. കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഫാമിലി മെഡിസിൻ സെൻറ്റേഴ്സ്, ഫാമിലി മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് മാനേജ് ചെയ്യുന്ന ഫാമിലി മെഡിസിൻ സെൻറ്റേഴ്സിലായിരിക്കണം നമ്മുടെ ആരോഗ്യം കൈകാര്യം ചെയ്യേണ്ടത്. ഒരു വ്യക്തിക്ക് ആവശ്യമുള്ള മിക്കവാറും പ്രശ്നങ്ങൾ, വാട്ട് എവർ സ്റ്റേജ് ഓഫ് ദെയർ ലൈഫ്, കുഞ്ഞുങ്ങളെ തൊട്ട് വയസ്സായവരെ തൊട്ട് പാലിയേറ്റീവ് കെയർ വരെ, ഒരു പറയും വൂം ടു ദ ടൂംബ് എന്ന് പറയും, ഹോളിസ്റ്റിക് ആയിട്ട് ഒരു ലോങ് ടേം കെയർ കൊടുക്കുന്ന കുടുംബ ഡോക്ടർ സ്പെഷ്യലിസ്റ്റ് നമുക്ക് വേണം. അതിൻ്റെ ഇടയ്ക്ക് വേറെ സ്പെഷ്യലിസ്റ്റിനെ കാണണമെങ്കിൽ റെഫർ ചെയ്യാം. ഒരു റെഫറൻസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ കണ്ടിന്യൂറ്റി നടക്കുന്നു. കേരളത്തിൽ ഫാമിലി മെഡിസിൻ സെൻറ്റേഴ്സ് ഉണ്ട്, പക്ഷേ ഫാമിലി മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് വളരെ വളരെ ചുരുക്കമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 3 വർഷം MD ഫാമിലി മെഡിസിൻ കോഴ്സ് നമുക്ക് അഭിമാനത്തോടെ പറയാം, ഇന്ത്യയിലെ ഏറ്റവും ആദ്യമായിട്ട് തുടങ്ങിയ ഫാമിലി മെഡിസിൻ MD സ്പെഷ്യാലിറ്റി. നമ്മുടെ ഗവൺമെൻറ് ഈ ഒരു സ്പെഷ്യാലിറ്റിയെ പ്രോത്സാഹിപ്പിക്കും. നമ്മുടെ ആരോഗ്യ മേഖലയോട്ട് നോക്കുമ്പോൾ ഈ ഒരു സ്പെഷ്യാലിറ്റി, കേരളത്തിലെ ജനങ്ങൾ ആരോഗ്യത്തോടെ ജീവിക്കുവാൻ ഈ ഒരു സ്പെഷ്യാലിറ്റി സഹായിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതിനായിട്ടുള്ള എല്ലാ ആശംസകളും നേരുന്നു. കുടുംബ ഡോക്ടറുടെ പ്രാധാന്യവും പ്രസക്തിയും ഈ വിഷയത്തിൽ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ഫാമിലി മെഡിസിൻ വിഭാഗം മേധാവിയും പ്രൊഫസറുമായിരുന്ന ഡോക്ടർ സുനിൽ എബ്രഹാം സംസാരിച്ചതാണ് ഇതുവരെ കേട്ടത്. ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.